ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, ഒരാഴ്ചയായി ഒരു വീഡിയോ ഇട്ടിട്ട്. ഇപ്പം ഞാൻ പനിയായിട്ട് ഇന്ന് ഇവിടെ വീട്ടിൽ ഇരിക്കും കേട്ടോ. ഇന്ന് ജോലിക്ക് പോയില്ല, ഇന്ന് തിങ്കളാഴ്ച ഞാൻ ജോലിക്ക് പോയില്ല. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ ഇതാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീടാണ്. എൻ്റെ സ്വന്തം വീട് കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഇതിന് മുമ്പ് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഞാനിവിടെ നിൽക്കുമ്പം ഇവിടുത്തെ വീഡിയോ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇന്നിപ്പോൾ ലക്കി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ. അവന് ഭയങ്കര ക്ഷീണമായിരുന്നു, ഇന്നലെ ഒന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അവനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. 3 മാസത്തെ കുത്തിവയ്പ്പ് എടുക്കണം. അവനെ കുത്തിവയ്പ്പ് എടുക്കാമെന്ന് ഓർത്തിരിക്കുന്നത്. ഇന്നുണ്ടോ, ഡോക്ടർ ഉണ്ടോ എന്നറിയത്തില്ല. ഡോക്ടർ ഉണ്ടെങ്കിൽ പോയി കാണിക്കണം. അപ്പം ഞാൻ ഇതാട്ടോ ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള വഴി. ഇവിടെ നിന്ന് അത് സീറ്റിപ്പണ്ണതാ നടന്നു വരുന്നത്. കാണാവോ? സീറ്റ് ഇവർ രണ്ടും ഇറങ്ങിയത്. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഇരിക്കും. അപ്പം ഞാനിവിടെ ഇത്രയും പ്രദേശങ്ങളൊക്കെ ഒന്ന് ചുമ്മാ വെറുതെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് പനിയാണ്, അത് കാരണം ഇന്നിപ്പോൾ ഞാൻ അവിടെ സാറിനെ വിളിച്ച് പറഞ്ഞ് ആരെങ്കിലും പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമ്മളെ വലിയ കേസൊക്കെ ആണെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. സാധാരണയൊക്കെ ആണെങ്കിൽ വല്ല ക്ലീനിങ്ങോ അതൊക്കെ ആണെങ്കിൽ സാറ് തന്നെ ചെയ്ത് വെക്കോളും. അപ്പം ഞാനൊരു സ്റ്റാഫുള്ളത് കാരണം ക്യാപ്പിടാനോ കട്ടിങ്ങോ അങ്ങനെയുള്ളതൊക്കെ, ക്രൗണോ ബ്രിഡ്ജോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇല്ലാതെ പറ്റത്തില്ല, സ്റ്റാഫ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പം ഞാൻ എന്താ പറയുക, സ്റ്റാഫ് ഒരാളേ ഉള്ളൂ. അപ്പോൾ ഒരാളെയും കൂടെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേഷ്യൻ്റ് വരുവാണെങ്കിൽ നമുക്കങ്ങനെ ഒത്തിരി 2 സ്റ്റാഫ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അയ്യോ, അങ്ങനെ പനി പിടിച്ചിരിക്കുക, പനിയും ചുമയും. അപ്പം എന്നാൽ ഗവൺമെൻറ് ആശുപത്രി പോയത് ഇന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചുമയ്ക്കും മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. ചുമ ഭയങ്കര കഫക്കെട്ടോ, പനിയില്ല പക്ഷേ ചുമയാണ്. ഞാനിവിടെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു റബ്ബർ തോട്ടമായിരുന്നു കേട്ടോ. അത് വെട്ടി കളഞ്ഞിട്ട് ഇപ്പോൾ അത് പ്ലോട്ടായിട്ട് ഇട്ടിരിക്കുക. നമുക്ക് കാശുണ്ടായിരുന്നെങ്കിൽ വാങ്ങിക്കാമായിരുന്നു. അടിപൊളി സ്ഥലമല്ലേ, അല്ലേ? നല്ല പ്രദേശമല്ലേ, നല്ല രസമല്ലേ കാണാൻ. വീഡിയോക്കകത്ത് തെളിഞ്ഞ് കാണാമെന്ന് അറിയത്തില്ല, എന്നാലും കാണിക്കാം. ജസ്റ്റ് ഇത്രയും സ്ഥലം വിൽക്കാനിട്ടിരിക്കുന്ന, നമുക്ക് സ്ഥലമില്ല കേട്ടോ. നമുക്ക് കുറച്ച് ഈ വീട് ഇരിക്കുന്ന ഇത്രയും പ്രദേശങ്ങളേ ഉള്ളൂ. എനിക്ക് ഒത്തിരി പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ, നല്ല ചെമ്പത്തിപ്പൂ. ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കും. മഴയാണ്, എനിക്കാണ് പനിയാണ്. അല്ലെങ്കിലും രാവിലെ ഒന്നും ചെയ്യാൻ സമയം കിട്ടത്തില്ല കേട്ടോ. നമ്മൾ മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നത് വലിയൊരു ഇത് വിചാരിക്കും. പക്ഷേ അതുകൊണ്ടല്ലേ, രാവിലെ എഴുന്നേറ്റ് അടുക്കളപ്പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഹസ്ബൻഡ് കൂടെ അങ്ങ് പോകും. അല്ലെങ്കിൽ എനിക്ക് 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയാൽ മതി. അപ്പോൾ 9 മണിക്ക് കയറുമ്പോഴത്തേനും ഇവിടെ നടന്ന് അവിടെ ചെന്നിട്ട് പിന്നെ അവിടുത്തെ പണിയും കൂടെ ആകുമ്പോഴത്തേനും ഞാൻ മടുക്കും. അത് കാരണം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഹസ്ബൻഡിൻ്റെ കൂടെ അങ്ങോട്ട് പോകും. ഹസ്ബൻഡിൻ്റെ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ നടക്കണ്ടല്ലോ. അപ്പോൾ അവിടെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ എന്നെ അവിടുത്തെ പണിയും കൂടെ നോക്കും. അല്ലെങ്കിൽ നടന്ന് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നടക്കാനുണ്ട്. ഞാൻ വഴിദൂരമൊക്കെ കാണിച്ചു തരാം ഇനി. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇച്ചിരി സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇവിടെയുള്ള കാണിക്കാം. ഇതെൻ്റെ ഇവർ 3 പേരേ ഉള്ളൂ കേട്ടോ. ഇത് അത് റെഡിപ്പെണ്ണാണ് കേട്ടോ, അത് പെൺകുട്ടിയാണ്. ഇവിടെ ചെറുക്കനെ, ഇവിടെ തന്നെ എൻ്റെ ലക്കിപ്പെണ്ണ്. ഇത് 2 ദിവസമായിട്ട് അവൾക്ക് ക്ഷീണമാണ് കണ്ടോ. അപ്പോൾ ഇന്ന് ആശുപത്രി കൊണ്ടുപോകും. ഇന്ന് ഡോക്ടർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്ന് ദീപാവലി അല്ലേ, അപ്പോൾ ഡോക്ടർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുക. അവന് 3 മാസത്തെ കുത്തിവയ്പ്പ് എടുക്കണം. അതെടുത്തിട്ട് അവന് ദഹനക്കേടാണോ എന്നാന്ന് അറിയത്തില്ല. ഇന്നലെ ഒന്നും ആഹാരം കഴിച്ചില്ല. അപ്പോൾ അവനെ ഒന്ന് കൊണ്ട് കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു ചേട്ടൻ മരിച്ചുപോയി. അപ്പോൾ അങ്ങോട്ട് പോയേക്കാം, ഹസ്ബൻഡ് ചേട്ടനും കൂടെ. അവർ വന്നു കഴിഞ്ഞിട്ട് അവർ രണ്ടും കൂടെ കൊണ്ടുപോകും ആശുപത്രിയിൽ. മഴയ്ക്ക് മുന്നേ കൊണ്ടുവരാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ പാടല്ലേ, ഇവിടെ നിന്ന് കുറേ ദൂരം പോകണം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ടാണ്, അവിടെ ആയിട്ട് വരും. പിന്നെ എന്താ വേറെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ പനിയായിട്ട് ഇവിടെ ഇരിക്കുക. ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ പോകണമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് കാശ് കിട്ടത്തില്ലല്ലോ. ഡെയിലി വേസ് എന്ന് പറഞ്ഞാൽ ഡെയിലി കൂലിയാണ്. നമ്മൾ പണിതില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടത്തില്ല, അങ്ങനെയാണ്. അപ്പോൾ വെറുതെ വീട്ടിൽ ഇരുന്നോ എന്ത് ചെയ്യാനാണ്, അതുകൊണ്ട് അങ്ങ് പോകും. പറ്റുകയാണെങ്കിലും പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങൾ കേട്ടോ. ഞാൻ ഇച്ചിരി കഞ്ഞിയൊക്കെ വെച്ച് ഇച്ചിരി ചമ്മന്തി അരച്ച് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച് അച്ചാർ കൂട്ടാൻ, അച്ചാർ തീർന്നു പോയി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇച്ചിരി മുളക്, വറ്റൽമുളകില്ലേ, വറ്റൽമുളക് ഞാൻ ചുട്ടിട്ട്
ഇച്ചിരി ചമ്മന്തി അരച്ച് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിക്കുക. പനി ആയത് കാരണം ഇങ്ങനെ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം ഒത്തിരി ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കഞ്ഞി ചോറിനാന്ന് വിചാരിച്ചായിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലക്കിക്കുട്ടനാണ്, അവനെ കാണിച്ചു തരാം. അവൻ്റെ കൂടെ മൊത്തം പോയി കേട്ടോ. കണ്ടോ, അവൻ ആദ്യം എൻ്റെ കൂടെ ഇരുന്ന ഫോട്ടോ കണ്ടതല്ലേ എല്ലാവർക്കും. ഇത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ട അവൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോയി. ഇപ്പോൾ 3 മാസമായി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട്. 3 മാസം എല്ലാടെ കള്ളിപ്പണ്ണേ. അവൾ 3 മാസമായി കേട്ടോ. അത് 3-ാം മാസത്തെ കുത്തിവയ്പ്പ് കൊണ്ടുപോകണം. അപ്പോൾ കുത്തിവയ്പ്പൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും ഓക്കെ ആകുമായിരിക്കും. ഭയങ്കര ചുമച്ച് എനിക്ക് ഇതുണ്ട്. ഞാൻ കുറേ ചെടികൾ പറ്റികയില്ലെങ്കിലും കുറേ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. കുറേ ചെടികൾ വെക്കാൻ ഞാൻ ഇട്ട് വെച്ചിരിക്കുമോ പാത്രങ്ങളല്ലാതെ. കുറേ എല്ലാം തെളിക്കുന്ന എല്ലാം നമ്മൾ വീട്ടിൽ ഇരുന്നാലേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ രാവിലെ അടുക്കളയിൽ ചോറും കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചാൽ ഞാൻ എപ്പോഴാണ് ആ കൂടെ അങ്ങ് പോകും. എല്ലാ കാപ്പി പോലും എടുത്തുകൊണ്ട് അങ്ങ് പോകും. മുടി പോലും ചെയ്യാതെയാണ് പോകുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ഓർക്കോ ഇവിടെ എന്നാ അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്ന് എല്ലാവരുടെയും വിചാരം. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമുക്ക് അടുക്കളയിൽ ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അങ്ങനെ ഒരു പൊതുവെ ഒരു ഇതുണ്ട്. അവൻ എപ്പം നമ്മൾ ഇറങ്ങിപ്പോകുന്നാലും ആ കൂടെ വഴിയിലോട്ട് പോരാ. അവനോട് വഴി പോരുതെന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും വഴിയിലോട്ട് ഓട്ടമാണ്. അപ്പം ഞാൻ ഈ അടുക്കളപ്പണിയെല്ലാം ചെയ്തിട്ട് ഈ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാൻ നമുക്ക് അവധി കിട്ടുന്നില്ല. ആകെ സൺഡേയിൽ ഒരു ദിവസമുള്ളൂ. ഇന്നലെ പള്ളിയിൽ പോലും പോയില്ല പനിയായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നോടൊപ്പം കൂടാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുഞ്ഞു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയത്തില്ല കേട്ടോ, എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. അത് തുടങ്ങുന്നേ എന്നെപ്പോലെ പാവങ്ങൾ. ഞാൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ അറിയത്തില്ലല്ലോ. അറിയാവുന്നതിലും കുറേയൊക്കെ ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടൊക്കെ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ച് എഡിറ്റ് ചെയ്യാനും ഒക്കെ. പക്ഷേ എനിക്കങ്ങനെ അറിയത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് കുഴപ്പമില്ല. ഞാൻ നേരെ എടുക്കുന്ന പോലെയൊക്കെ ഞാൻ ഇടാറുള്ളത്. എന്നാലും എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ പറയുന്നതിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാകും. നമ്മളങ്ങനെ വോയിസ് ഓവർ കൊടുത്തൊന്നും അല്ല ചെയ്യുന്നത്. അന്നേരം വീഡിയോ എടുക്കുന്ന രീതിയിൽ സൗണ്ട് കൊടുത്ത് സംസാരിച്ച് എടുത്താണ് ഞാൻ ഇടുന്നത്. മൂക്കെല്ലാം ചൊറിയുക. മൂക്ക് ചൊറിയും, കണ്ണ് ചൊറിയും, തൊണ്ടയ്ക്ക് ചൊറിച്ചിൽ, ചെവിക്ക് ചൊറിച്ചിൽ. എന്നാന്ന് അറിയത്തില്ല. ഇത് പനി വന്നിട്ട് ആദ്യമായിട്ടാണ് എനിക്കങ്ങനെ തലയ്ക്കകത്തെല്ലാം ഇങ്ങനെ ചൊറിയും പോലെയാണ്. ഇങ്ങനെ നമുക്കൊരു ഭയങ്കര വിമിഷ്ടമാണ്. അത് കാരണം മാത്രം ഇന്ന് പോകാതെ തന്നെ. ബാലാക്കി ബാലാ അവിടെ പോയി നിൽക്കാതെ വാ, എല്ലാവരും എടുത്തോണ്ട് പോകും. അപ്പം ഞാൻ വെറുതെ എങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് കഥയ്ക്കും കേട്ടോ. ഈ ശ്വാസം മുട്ടുക, ആവി പിടിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു 5 ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ വീണ്ടും ചെല്ലാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. 5 ദിവസത്തെ മരുന്ന് തന്നു വിട്ടിട്ടുണ്ട്. എന്നാലും നാളെ തൊട്ട് ജോലിക്ക് പോകുന്നുണ്ടോ, ഒത്തിരി അകലെയാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചോട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു ഒത്തിരി അകലമൊന്നും അല്ല. അപ്പം ഹസ്ബൻഡിന് പോകുന്ന കൊടുത്ത് ബൈക്കിന് കൊണ്ട് വിടുമല്ലോ. അപ്പോൾ പിന്നെ നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നടന്നു പോകാമെന്നോർത്താണ് ഞാൻ ഇരുന്നത്. പക്ഷെ നടക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് നടന്നു പോയാൽ ശ്വാസം മുട്ടും. എന്നോട് ചോദിച്ചായിരുന്നു ശ്വാസം മുട്ടുണ്ടോ. നമുക്ക് ശ്വാസം മുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കഫക്കെട്ട് കാരണമുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഈ വഴി കൂടെ ഇറങ്ങി നടക്കും കേട്ടോ. പറ്റത്തില്ല, ഇച്ചിരി നേരം നടന്നേ ഉള്ളൂ. അവനും ഞാനും കൂടെ വീട്ടിലിരുന്നിട്ടേ ഇനിയിപ്പോൾ ഇച്ചിരി വെള്ളം ചൂടാക്കി കുളിക്കണം. അത്രയൊക്കെ ഉള്ളൂ വീട്ടിലെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ, സ്വന്തം വീട്ടിൽ നിന്ന് എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുറവലങ്ങാട് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആണെങ്കിൽ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, എല്ലാവരും കാണിക്കാനൊക്കെയാണ് പറ്റും. ഇവിടെ നമുക്ക് അതൊന്നും ഇല്ലാത്ത കാരണം എനിക്കാകെ ലക്കിയുണ്ട്, സീറ്റിയുണ്ട്, റെഡിയുണ്ട്. എനിക്ക് 2 പട്ടിക്കുട്ടിയും ഒരു പൂച്ചക്കുട്ടിയും ഇവിടെ വീട്ടിലുണ്ട്. അവരെ മാത്രമേ കാണിക്കാനുള്ളൂ കേട്ടോ. കൊങ്ങിണിപ്പൂ ഇപ്പോൾ കൊങ്ങിണിയൊന്നും കാണാനില്ല കേട്ടോ. കൊങ്ങിണിക്കായൊക്കെ കണ്ട രസമല്ലേ, കൊങ്ങിണിപ്പൂവും കൊങ്ങിണിക്കായും. എനിക്കിഷ്ടം പോലെ ഇവിടെ ചെടികളുണ്ട്. എല്ലാം പൂത്ത് കഴിയുമ്പോൾ ഞാൻ ഒരുപാട് 4 വെറൈറ്റി ബന്ധികളുണ്ട്. അപ്പോൾ അതെല്ലാം ആയി കഴിയുമ്പോഴത്തേനും ഞാൻ കാണിക്കാം കേട്ടോ. എല്ലാത്തിനും ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് മഴയല്ലായിരുന്നോ, മഴയത്ത് മൊത്തം ഒഴുകിപ്പോയെന്ന് പറഞ്ഞ് എനിക്ക് സൺഡേ പോകാൻ പറ്റിയില്ല. ഞാൻ അവിടെയും കൊണ്ടുവന്ന് കുറേയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പള്ളിയിൽ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ സ്ഥലം എടുത്തിട്ടുണ്ട് ഞങ്ങൾ.
കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ കൃഷി ചെയ്യുമ്പോഴത്തേനും അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ടാറ്റാ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹായ്, ടാറ്റാ, ബൈ ബൈ, സി യു.